ചൂടുകുരു എന്നത് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക് ആകുകയും വിയർപ്പ് ഒഴുകാതെ വരുന്ന സമയത്ത് അവിടെ ചെറിയ കുരുക്കൾ പോലെ ഫോം ചെയ്യുന്നതാണ് ചൂടുകുരു എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ഐസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അലോവേര ജെല്ലും തേങ്ങാപ്പാലും ഒക്കെ ദിവസേന നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ അമിതമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ആര്യവേപ്പിലയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ തണുപ്പിന് ശേഷം കുളിക്കുന്നത് ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായകരമാണ്. ദിവസവും 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ഈ ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായകരമാണ്. നമ്മുടെ ബോഡിയെ കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുവാനും ഈ ഒരു വേനൽക്കാലത്ത് അമിതമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാതെ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ വസ്ത്രങ്ങളും വളരെ അയഞ്ഞ വസ്ത്രങ്ങളും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അമിതമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ കലാമിൻ ലോഷൻസ് അപ്ലൈ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആണ്. 1-2 ആഴ്ച ഈ ഹോം റെമഡീസ് ഒക്കെ പരീക്ഷിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.